ബാക്കി രാജ്യങ്ങൾ ചോദിച്ചു ലഷ്കർ എ തോയ്ബയ്ക്ക് ഇതിലൊക്കെ പങ്കുണ്ടോ എന്ന് ചോദിച്ചു. യവന്മാർക്ക് മിണ്ടാൻ പറ്റുമോ? ലഷ്കർ എ തോയ്ബ അല്ലെന്ന് ഇവന് പറയാനും ഒക്കത്തില്ല, ആണെന്നും പറയാൻ പറ്റത്തില്ല. അവസാനം മിണ്ടാൻ വയ്യാതെ, വാ തുറക്കാൻ വയ്യാതെ സെക്യൂരിറ്റി കൗൺസിലിൽ നിന്ന് തിരിച്ചു വരണ്ടായിട്ട് വന്നു. 5 പൈസ കയ്യിലില്ലാതെ കറങ്ങി നടക്കുകയാണ് പാകിസ്ഥാൻ. ഇതിലാരാണെന്നറിയോ? ആൺകുട്ടി യഥാർത്ഥത്തിൽ പുടിനാണ്. എല്ലാ സപ്പോർട്ടും ഉണ്ട്. ടെററിസ്റ്റിനെതിരെയുള്ള ഏത് അറ്റാക്കിനും ഞങ്ങളുണ്ട് കൂടെ. ഇനി സെക്യൂരിറ്റി കൗൺസിലല്ല ആര് വിചാരിച്ചാലും ഇന്ത്യ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. കാരണം അതിൽ റഷ്യക്ക് വീറ്റോ പവർ ഉള്ളതാണ്. ഇവിടെ ട്രംപിനെ കെട്ടിപ്പിടിക്കുന്ന പോലല്ല, പുതിനെ കെട്ടിപ്പിടിച്ചതിന് അർത്ഥമുണ്ട്. പുതിൻ കൂടെ നിൽക്കും. നമുക്കൊരപകടം വന്നാൽ എന്ത് വേണം എന്നുള്ളതിൻ്റെ ഒരു മുൻകരുതലാണ് ഈ പറയുന്ന മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെ പുച്ഛിക്കാൻ ആക്ഷേപിക്കുകയൊന്നും ചെയ്യേണ്ട. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാവിലെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യാതിരുന്നത് സെക്യൂരിറ്റി കൗൺസിലിൻ്റെ തീരുമാനം അതിലെന്ത് സംഭവിക്കുന്നു എന്നൊന്ന് അറിഞ്ഞിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചാണ്. ഞാൻ ടൈംസ് നൗവും അതുപോലെ തന്നെ NDTV അതുപോലെ CNN ഈ ചാനലുകളെല്ലാം ഞാൻ വീക്ഷിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് വളരെയധികം മനസ്സിന് വളരെ സന്തോഷമുള്ള ഒരു തീരുമാനമാണ് അതിൽ നിന്ന് ഞാൻ കണ്ടത്. ടൈംസ് നൗ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് എന്തെന്നറിയോ? മോക്ക് ഡ്രിൽസ് ബിഫോർ ഫൈനൽ കിൽ, അതായത് അവസാനം അടിച്ച് തീർക്കുന്നതിന് മുമ്പ് മോക്ക് ഡ്രിൽ നടത്തുക എന്നുള്ളൊരു തീരുമാനമാണ് ഇന്ത്യ എടുത്തേക്കുന്നത്. നാളെ മുതൽ മോക്ക് ഡ്രിൽ നാളെ ഉണ്ട് മുഴുവൻ. അതായത് രാജ്യത്താകമാനം ഈ മോക്ക് ഡ്രിൽ നടത്തുകയാണ്. കാരണം ഒരു യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടായാൽ എന്ത് ചെയ്യണം, എങ്ങനെ വേണം രക്ഷപ്പെടുന്നത്, ഏതൊക്കെ വിധത്തിലായിരിക്കണം നമ്മൾ മുൻകരുതലെടുക്കേണ്ടത് എന്നുള്ള ഒരു തീരുമാനമാണ്. ഇനി അതൊന്നുമല്ല എനിക്ക് സന്തോഷമുണ്ടായെന്ന് പറയുന്ന കാര്യം ഞാൻ പറഞ്ഞത്. അതിനകത്ത് പറഞ്ഞേക്കുന്ന വേറെ ഒരു തീരുമാനം പറഞ്ഞത്, പാകിസ്ഥാൻ അതായത് ബെഗ്ഗിങ് ബൗൾ, അതായത് പിച്ചച്ചട്ടിയുമായിട്ട് പാകിസ്ഥാൻ സെക്യൂരിറ്റി കൗൺസിലിലേക്ക് ഓടുകയാണ്. ഇതിനു മുമ്പ് വീമ്പിളക്കിയത് എന്താണ്? വെള്ളം തടഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചോരപ്പുഴ ഒഴുകും, യുദ്ധമാണ്, യുദ്ധമായിട്ട് തന്നെ തീരുമാനിക്കും. എന്താ യുദ്ധം ചെയ്യാത്തേ? യുദ്ധം ചെയ്യാൻ എന്തെങ്കിലും കൈ വേണ്ടേ ഉണ്ടാവാൻ? അതായത് ഇവിടുന്ന് 2 അണക്കെട്ടുകളിലെ വെള്ളം തടഞ്ഞു. ആദ്യം ബാഗ്ലിഹാർ അണക്കെട്ട്, അത് ആദ്യം കുറച്ച് മാത്രം വെള്ളം തുറന്നു വിട്ടു, ബാക്കി മുഴുവൻ അടച്ചു. അപ്പോൾ ഇവന്മാർ ഈ വീമ്പിളക്കിയോടുകൂടി ഉണ്ടല്ലോ ഫുള്ളായിട്ട് അങ്ങ് അടച്ചു മുഴുവൻ. എന്നിട്ട് എന്തോ ചെയ്തു? അത് വറ്റി വരണ്ടു ആ നദി, അതെ പാകിസ്ഥാനിലേക്കുള്ളത്. നമുക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ജമ്മുവിൽ ഈ വെള്ളം തന്നെ കിട്ടണം. അത് ജമ്മുവിൽ വരൾച്ച ഉണ്ടാവും. പക്ഷേ അത് നമ്മൾ സഹിക്കണം. നമ്മുടെ രാജ്യത്തിനെതിരെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ സഹിക്കണമല്ലോ ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞതുപോലെ ജമ്മുവിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും പാകിസ്ഥാനിലുണ്ട ബുദ്ധിമുട്ടുണ്ടാവത്തില്ലല്ലോ. ഇപ്പോൾ റിപ്പോർട്ട് അനുസരിച്ച് പാകിസ്ഥാനിലെ നദികളിലെ 21% വരൾച്ചയാണ്. 21% ആയി അത്. അതായത് നേരത്തെ ഉണ്ടായതിൻ്റെ 21% കുറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അത് ഝലം നദിയിൽ അത് തടഞ്ഞത് 2 അണക്കെട്ടിലാണ്. അത് ബഗ്ലിഹാറും അതേപോലെ തന്നെ കിഷൻ ഗംഗയും. ഇപ്പോൾ ചെനാബ് നദിയിൽ അത് സലാൽ അണക്കെട്ട് അതും കൂടെ ബ്ലോക്ക് ചെയ്യുകയാണ്. അതും കൂടെ ബ്ലോക്ക് ചെയ്ത് കഴിയുമ്പോഴത്തെ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഈ 21% കുറഞ്ഞു എന്നുള്ളതാണ് ജലം ഉള്ളത് കിട്ടുന്നത്. 25% വേനൽക്കാലത്ത് കുറയാമെന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമുക്ക് ചിന്തിക്കുന്നതിൻ്റെ അപ്പുറമാണ് അത്. ഇനി ഇതൊന്നുമല്ല, അതിനകത്ത് ഇവന്മാർ 5 പൈസ കയ്യിലില്ലാതെ കറങ്ങി നടക്കുകയാണ് പാകിസ്ഥാൻ. ഒന്നുമില്ല, അവിടെ പട്ടിണി, വളരെ ദുരിതം, ബുദ്ധിമുട്ടാണ്. ഒരു പൊതുപ്രവർത്തനത്തിന്, അതായത് ഈ സോഷ്യൽ മെഷേഴ്സിന് ഒന്നും പണമില്ല അവിടെ. അങ്ങനെ വന്നിട്ട് എന്താണെന്നറിയാം, എന്നിട്ടും ഈ അഹങ്കാരമല്ലേ അങ്ങനെ വരുന്നുടനെ. അപ്പോൾ അവന്മാർക്ക് അവിടെ വേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ മിലിറ്ററി, സാധാരണഗതിയിൽ ഒരു രാജ്യത്തിനൊരു മിലിറ്ററി കാണും. അതാണ് സംഭവിക്കുന്നത്, നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഇന്ത്യക്ക് ഇന്ത്യൻ മിലിറ്ററി ഉണ്ട്, പക്ഷെ പാകിസ്ഥാനിൽ നേരെ എതിരാണ്. ഒരു മിലിറ്ററിക്ക് ഒരു രാജ്യമുണ്ട്, അവിടുത്തെ മിലിറ്ററിക്ക് ഒരു രാജ്യമുണ്ട്, അതാണ് പാകിസ്ഥാൻ. ഇപ്പോൾ എന്തായാലും പാകിസ്ഥാനിലെ മിലിറ്ററിക്ക് അലോക്കേഷൻ, അതായത് നേരത്തെ ഉള്ളതിൽ നിന്നും 18% കൂട്ടുകയാണ്, 18% കൂട്ടുകയാണ്. മിലിറ്ററി അലോക്കേഷൻ 18% കൂട്ടുമ്പോൾ ഈ മിലിറ്ററിയിൽ ഇരിക്കുന്നവന്മാർ അവിടെ കാശടിച്ചെടുക്കാനിരിക്കുന്നതല്ലാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല അവിടെ. ഈ 18% കൊടുക്കുന്നതൊക്കെ എന്താണെന്നറിയുക, ഇവിടെയൊക്കെ അൾട്ടിമേറ്റ്ലി ഇത് പോകുന്നത്
ചൈനയുടെ കയ്യിലേക്ക് പോകും. അവരുടെ തുരുമ്പിച്ച ആയുധങ്ങൾ, അവർക്ക് വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, മുഴുവൻ പാകിസ്ഥാന് കൊടുക്കും, വളരെ വലിയ കാര്യമായിട്ട് കൊടുക്കും. അതിൻ്റെ പൈസ അവന്മാർ വാങ്ങിക്കും. ഇതാണ് നടക്കാൻ പോകുന്നത്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് അവസാനം എന്താ, പിച്ചച്ചട്ടിയായിട്ട് പോയി. എന്നിട്ട് ദേ കെയിം എംപ്റ്റി ഹാൻഡഡ് എന്നാണ് ന്യൂസ്, അതായത് നമുക്ക് ഈ ചാനലിൽ കാണുന്നത് മുഴുവൻ. അപ്പോൾ ടൈംസ് നൗ കാണിച്ചേക്കുന്നത് ദേ കെയിം ബാക്ക് എംപ്റ്റി ഹാൻഡഡ്, പിച്ചച്ചട്ടിയായിട്ട് പോയി, ബെഗ്ഗിങ് ബൗളുമായിട്ട് പോയി. അതിപ്പോൾ ഇതെല്ലാം പറഞ്ഞ് ഇപ്പം ശരിയാക്കി കളയും, നമ്മളെ റെഡിയാക്കും, ചോരപ്പുഴ ഒഴുക്കും എന്നൊക്കെ പറഞ്ഞില്ലേ. ചോരപ്പുഴയൊക്കെ ഒഴുക്കട്ടെ എന്ന് വിചാരിച്ച് ഇന്ത്യ നല്ല സധൈര്യം മുമ്പോട്ട് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ്, അവരെ എക്കണോമിക്കലി ഇവന്മാർ തകരുകയാണ്. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അവിടുത്തെ കൃഷി മുഴുവൻ പാകിസ്ഥാനിൽ നശിക്കണം. കാരണം ഇങ്ങനൊരു രാജ്യം ഇനി വേണ്ട. നമ്മുടെ ഭൂപടത്തിൽ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം വേണ്ട. നമ്മുടെ രാജ്യം കഴിഞ്ഞിട്ട് വേറെ ഇങ്ങനൊരു സാധനം അവിടെ വേണ്ട. അത് തന്നെ സംഭവിക്കും. ഞാൻ പറഞ്ഞേക്കുന്നത്, ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത് തന്നെ സംഭവിക്കും. കാരണം അവിടെ ഇത് ഇന്ത്യ ഇനി എന്നിട്ട് ഫൈനൽ കില്ലിന് മുമ്പ് ഉള്ള മോക്ക് ഡ്രിൽ നടത്തുന്നു എന്നാണ് ടൈംസ് നൗ കാണിക്കുന്നത്. ഫൈനൽ കിൽ, മോക്ക് ഡ്രിൽസ് ബിഫോർ ഫൈനൽ കിൽ, അവസാന കൊല നടക്കുന്നതിന് മുമ്പ്. കൊലയെന്ന് പറഞ്ഞാൽ അടിച്ച് തീർക്കുന്നതാണ്. അതാണ് സംഭവിക്കാൻ പോകുന്നത്. പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഇല്ലാതാവും. ഇനി സെക്യൂരിറ്റി കൗൺസിലിൽ പോയപ്പോഴോ ചോദ്യങ്ങൾ വന്നത് എന്തെന്നറിയോ, ഇറ്റ് ബാക്ക് ഫയേഴ്സ് എന്നാണ് NDTVയും അതുപോലെ CNN പറയുന്നത്. ഇറ്റ് ബാക്ക് ഫയേഴ്സ് എന്നാണ്. അതായത് ഇവരെ തിരിച്ചടിച്ചെന്ന് പറഞ്ഞാൽ എന്താണ്, ബാക്കി രാജ്യങ്ങൾ ചോദിച്ചു ലഷ്കർ എ തോയ്ബയ്ക്ക് ഇതിലൊക്കെ പങ്കുണ്ടോയെന്ന് ചോദിച്ചു. യവന്മാർക്ക് മിണ്ടാൻ പറ്റുമോ? ലഷ്കർ എ തോയ്ബ അല്ലെന്ന് ഇവന് പറയാനും ഒക്കത്തില്ല, ആണെന്നും പറയാൻ പറ്റത്തില്ല. ലഷ്കർ എ തോയ്ബ ആണെങ്കിൽ യവന്മാർ ചെല്ലും ചെലവും കൊടുത്തിട്ടേക്കുന്നതാണെന്ന് ഇവരങ്ങ് അഡ്മിറ്റ് ചെയ്തു പോയി. ഇനി ഒന്നും മിണ്ടാനൊക്കത്തില്ല. അവസാനം മിണ്ടാൻ വയ്യാതെ, വാ തുറക്കാൻ വയ്യാതെ സെക്യൂരിറ്റി കൗൺസിലിൽ നിന്ന് തിരിച്ചു വരണ്ടായിട്ട് വന്നു. അപ്പോൾ അതിനകത്ത് വളരെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നേരെ അങ്ങോട്ട് പോയിട്ട് എന്താ ആദ്യം പറഞ്ഞ് രഹസ്യയോഗം വേണമെന്ന്. എന്താണെന്നറിയാം, രഹസ്യയോഗമാണെങ്കിൽ ചൈന സപ്പോർട്ട് ചെയ്യുന്നു. ശരിയാണ്. അവനൊക്കെ വെളിയിൽ 4 പേര് കാണാൻ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു കഴിവില്ല ഇന്ത്യക്കെതിരെ. ഇപ്പം ചൈനയ്ക്ക് പോലും നമ്മുടെ രാജ്യത്തിനെതിരെ ഇതേപോലെ പരസ്യമായിട്ടൊരു നിലപാടെടുക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് രഹസ്യയോഗം നടത്തിയാൽ ചൈന സപ്പോർട്ട് ചെയ്യുമെന്നാണ്. പക്ഷേ ഇതിലാരാണെന്നറിയോ, ആൺകുട്ടി യഥാർത്ഥത്തിൽ പുടിനാണ്. അദ്ദേഹം ചെയ്തത് എന്താണെന്നറിയോ, ഇവിടെ നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ചിട്ട് പറഞ്ഞു, എല്ലാ സപ്പോർട്ടും ഉണ്ട്, ടെററിസ്റ്റിനെതിരെയുള്ള ഏത് അറ്റാക്കിനും ഞങ്ങളുണ്ട് കൂടെ. ഇനി സെക്യൂരിറ്റി കൗൺസിലല്ല ആര് വിചാരിച്ചാലും ഇന്ത്യ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. കാരണം അതിൽ റഷ്യക്ക് വീറ്റോ പവർ ഉള്ളതാണ്. ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. റഷ്യ വീറ്റോ ചെയ്യും ഇന്ത്യക്കെതിരെ ഒരു തീരുമാനം. പക്ഷേ ഒരു തീരുമാനം ഉണ്ടായില്ല എന്നുള്ളതാണ് നമ്മളവിടെ നോക്കേണ്ട കാര്യം. അതാണ് ഞാൻ പറഞ്ഞ പുതിൻ ആൺകുട്ടിയാണ്. കാരണം പുതിനെ കെട്ടിപ്പിടിച്ചതിന് പ്രയോജനമുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി കെട്ടിപ്പിടിച്ചപ്പോൾ യുക്രൈൻ പ്രസിഡൻ്റെല്ലാം അതിനെല്ലാം വളരെ അധികം ഇതിനെതിരെ പറഞ്ഞല്ലോ. അദ്ദേഹത്തിന് അങ്ങനെ ചെയ്തത് ശരിയായില്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി അങ്ങനെ. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവിടെ ട്രംപിനെ കെട്ടിപ്പിടിക്കുന്ന പോലല്ല, പുതിനെ കെട്ടിപ്പിടിച്ചതിന് അർത്ഥമുണ്ട്. പുതിൻ കൂടെ നിൽക്കും. പണ്ട് മുതൽ സോവിയറ്റ് യൂണിയൻ ഇന്ത്യയോടൊപ്പം നിന്നിരുന്നു. അതിൻ്റെ ഒരു ലീഗസി ഉണ്ടല്ലോ, ആ ലീഗസിയാണ് ഇപ്പോൾ പുതിൻ അതേപോലെ തന്നെ പെരുമാറുന്നത്, ഇന്ത്യക്ക് വേണ്ടി തന്നെ നിലനിൽക്കുന്നത്. പാകിസ്ഥാനെ ഇന്ത്യ നമ്മുടെ കഴിയും അടുത്ത് കിടക്കുന്ന രാജ്യം പാകിസ്ഥാനാണ് റഷ്യക്ക്. പക്ഷേ അവരെയല്ല വേണ്ടത്. അവർക്ക് റഷ്യക്ക് വേണ്ടത്, പുതിന് വേണ്ടത് ഇന്ത്യയാണ്. ആ ഒരു കാഴ്ചപ്പാടോടുകൂടി പുതിൻ മുമ്പോട്ട് വരുന്നു. വളരെ വലിയ കാര്യമാണ് ഈ നടക്കുന്നത്. അതുകൊണ്ട് എന്താ പറയുക, ഇന്ത്യക്ക് പിന്തിരിഞ്ഞ് നോക്കേണ്ടതേയില്ല. അപ്പോൾ ഇന്നലെ പോയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പിച്ചച്ചട്ടിയായിട്ട് പോയി. അത് ബാക്ക് ഫയർ ചെയ്തു, തിരിച്ചടിച്ചു. കാരണം ലഷ്കർ എ തോയ്ബയ്ക്ക് ഇതിനകത്ത് പങ്കുണ്ടോയെന്ന് ചോദിച്ചു. ബാക്കി രാജ്യങ്ങൾ മിണ്ടുന്നില്ല, ഒന്നും പറയാൻ പറ്റുന്നില്ല. ഉണ്ടെങ്കിൽ അതിനെ കണ്ടം ചെയ്തു. അവരെല്ലാവരും മുഴുവൻ ഒന്നാകെ ഇതിനെ അപലപിച്ചു കഴിഞ്ഞപ്പോൾ പാകിസ്ഥാന് വല്ല രക്ഷയുണ്ടോ? അതാ ബാക്ക് ഫയർ ചെയ്തെന്ന് പറഞ്ഞത്. അവിടോട്ട് പോയി. ഇവിടെ കിടന്ന് വലിയ വീമ്പിളക്കലല്ലേ ഇപ്പം കാണിക്കും, മലപ്പുറം കാത്തി കേട്ടോ, ആമ്പും മില്ലും കുന്തം കൊടേ എന്നെല്ലാം പറഞ്ഞല്ലേ. പക്ഷേ അവിടെ പോയപ്പോൾ ഒന്നും കിട്ടാതെ പിച്ചച്ചട്ടിയും കൊണ്ട് പോയിട്ട് അത് അനങ്ങാതെ എംപ്റ്റി ഹാൻഡഡ്, വെറും ഒഴിഞ്ഞ കൈയുമായിട്ട് ഒന്നുമില്ലാതെ വെറുതെ തിരികെ വന്നു എന്നാണ് ഈ മാധ്യമങ്ങളെല്ലാം പറയുന്നത്. വളരെയധികം നമുക്ക്
ഇഷ്ടപ്പെടുന്ന വാർത്തകളാണ് ഈ കാണുന്നത്. ഏതായാലും ഇതിനിടയിൽ നാളെ നമ്മുടെ ഭാരതത്തിലെ ആകമാനം, ഇന്ത്യയിലെ ആകമാനം നമുക്ക് ഒരു മോക്ക് ഡ്രിൽ നടത്തുകയാണ്. അതപ്പോൾ വിചാരിക്കും ആ മോക്ക് ഡ്രിൽ എന്തിന് മോക്ക് ഡ്രിൽ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ജക്കാർത്തയിൽ ഒരിക്കൽ ഞങ്ങൾ പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ ഹോട്ടൽ റൂമിൽ ചെന്നപ്പോൾ അവിടെ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ, ഒരു പരസ്യം. പിന്നെ ഞാൻ ഇനി പോകത്തില്ലെന്ന് തീരുമാനിച്ചു. എപ്പോൾ വേണമെങ്കിലും ഭൂകമ്പം ഉണ്ടാവാം. അങ്ങനെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ മേശയുടെ അടി കയറണം. ഇതിനകത്ത് ഈ മേശയ്ക്കടി കയറിയിരുന്നോണം എന്ന് ഉള്ള ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേ പേടിച്ചു പോയി എന്ന് പറഞ്ഞ പോലാണ്. പക്ഷേ അങ്ങനെ ഭയക്കാനുള്ളതല്ല ഇത്. നമുക്കൊരു അപകടം വന്നാൽ എന്ത് വേണം എന്നുള്ളതിൻ്റെ ഒരു മുൻകരുതലാണ് ഈ പറയുന്ന മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെ പുച്ഛിക്കുകയും ആക്ഷേപിക്കുകയൊന്നും ചെയ്യേണ്ട. അങ്ങനൊന്നുമല്ല. ഇന്ത്യ ഇന്ന് എടുത്തേക്കുന്ന തീരുമാനമെന്ന് പറയുന്നത് വളരെ ശരിയാണ്. ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി, അന്താരാഷ്ട്ര സമൂഹം മുഴുവൻ ഇപ്പോൾ നമ്മുടെ രാജ്യത്തിനൊപ്പമാണ്. അത് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി നമ്മൾ മുമ്പോട്ടിറങ്ങണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിനകത്ത് ഒരു മനപ്രയാസം നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാം. ഇപ്പോൾ യുദ്ധം വന്നു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, നമുക്ക് കുറച്ചൊക്കെ നമുക്ക് ബുദ്ധിമുട്ടൊക്കെ വരും. നമുക്ക് ഫൈനാൻഷ്യലായിട്ട് സാമ്പത്തികമായിട്ടൊക്കെ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വന്നിരിക്കാം. അതൊക്കെ നമ്മൾ സഹിക്കണം. കാരണം നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ. എന്തായാലും പാകിസ്ഥാൻ വെൻഡ് വിത്ത് ബെഗിങ് ബൗൾ, പിച്ചച്ചട്ടിയായിട്ട് പോയി. ആൻഡ് ദേ കെയിം ബാക്ക് എംപ്റ്റി ഹാൻഡഡ്. എനിക്ക് വളരെ സന്തോഷമായി അത് കണ്ടപ്പോൾ. കാരണം ഇതുവരെ ഇങ്ങനെ ഇവിടെ ഇന്ത്യ അങ്ങനെ തകർത്തുകളെയും പൊട്ടിച്ചുകളെയും ഞങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ട്. ഇവന്മാരെ ആണവായുധം കൊണ്ട് അവന്മാർ അവിടെ ഇരുന്നോട്ടെ, ഒന്നും ചെയ്യാനൊക്കത്തില്ല. കാരണം ഇത് വളരെ ഡിപ്ലോമാറ്റിക്കായിട്ടുള്ള ഒരു രീതിയിലാണ്. വാട്ടർ വാർ എന്നാണ് ഈ മാധ്യമങ്ങളെല്ലാം കാണിക്കുന്നത്. ഇപ്പോൾ ദിസ് ഈസ് വാട്ടർ വാർ, അതായത് ജലയുദ്ധം എന്നുള്ളതാണ്. അത് നമ്മൾ ആദ്യം വിചാരിക്കും ഒരു ചെറിയ കാര്യമാണ്. അണക്കെട്ട് തുറന്നു വിട്ടു, ഉടനെ അവിടെ വെള്ളം കയറി, ഓക്കെ, ഇതൊക്കെ അങ്ങനെയല്ല. ഇപ്പോൾ ഉള്ള ഈ തീരുമാനം എന്ന് പറയുന്നത്, ഞങ്ങൾ ഈ സിന്ധു ഈ ജലക്കരാറ് ഞങ്ങൾ എടുക്കുന്നില്ല, ഞങ്ങളത് മരവിപ്പിക്കുകയാണ്, അവിടെ നിർത്തിവെക്കുകയാണ്. അബേൻസിൽ വെച്ചേക്കാണ്. ഇപ്പോൾ മുഴുവൻ റദ്ദ് ചെയ്തിട്ടില്ല, അബേൻസ് വെച്ചേക്കുന്നു. ഇപ്പോൾ വേണ്ട, മരവിപ്പിച്ച് വെച്ചേക്കാണ്, മതി. ഇനി അതിൽ നിന്ന് പുറകോട്ട് അതാണ് കാണിച്ചേക്കുന്നത്. അടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ അടിയാണ് കൊടുത്തേക്കുന്നത് പാകിസ്ഥാന്. ഇപ്പോൾ സെക്യൂരിറ്റി കൗൺസിലായാലും ശരി, വളരെ അവരെ കോർണർ ചെയ്യുന്നതാണ്. അതായത് ദേ വെയർ കോർണേഡ് എന്നാണ് ടൈംസ് നൗ ഇപ്പോൾ പറയുന്നത്. ദേ വെയർ കോർണേഡ്, പാകിസ്ഥാൻ വാസ് കോർണേഡ് ഇവിടെ ഇതിനകത്ത് സെക്യൂരിറ്റി കൗൺസിലിൽ. അത് ഒന്നുമില്ല, എല്ലാം റെഡിയാണെന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ട് നേരെ അങ്ങോട്ട് പോയേക്കാണ്. അതായത് നമ്മുടെ ഇന്ത്യ ഇപ്പോൾ യുദ്ധത്തിന് തയ്യാറാണ് എന്നുള്ളതാണ്. എന്ത് യുദ്ധമായാലും ആ രീതിയിലാണ് നമ്മൾ മുമ്പോട്ട് വരുന്നത്. ഏതായാലും നമ്മുടെ രാജ്യത്തിന് വളരെ വലിയ നേട്ടമാണ് അന്താരാഷ്ട്ര സമൂഹത്തിലുണ്ടായത്. ആദ്യം കയറി അടിച്ചിരുന്നെങ്കിലോ പറഞ്ഞേനെ. ഇവിടെ ഒന്നുമില്ല, ചുമ്മാ കയറി ഞങ്ങളെ ആക്രമിച്ചെന്ന് ഇപ്പോൾ ഒന്നും പറയാൻ ഒക്കത്തില്ലല്ലോ. വളരെ നിയന്ത്രിച്ച് വളരെ നല്ല രീതിയിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ തന്നെ പോട്ടെ ഇന്ത്യ. നമുക്ക് ഈ യുദ്ധം നമ്മൾ ജയിക്കും, ഉറപ്പാണ്, സംശയമൊന്നുമില്ല. പാകിസ്ഥാൻ വിൽ ബി ഷാറ്റഡ്, അതായത് വിഭജിച്ച് 3-4 കഷണങ്ങളായിട്ട് പോകും. ഇങ്ങനൊരു രാജ്യം ഇനി ഭൂപടത്തിൽ കാണത്തില്ല, വേണ്ട. അതാണ്.